ഫിഷ് റൗണ്ട് ആണ്. ഫിഷ് റൗണ്ട് നമുക്കറിയാം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട റൗണ്ടാണ് ഫിഷ് അല്ലേ? പിന്നെ എല്ലാവർക്കും ഫിഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, ജീവനാണ്. അതെ അതെ അതെ. അപ്പൊ നമുക്കിന്ന് ഞാൻ ഫിഷിന്റെ കാര്യം ഞാനും അവരോട് ഡിസ്കസ് ചെയ്ത് എന്ത് ചെയ്തു. അപ്പൊ ഇവന്റെ നീ പറയണം. എന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു, ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട് പക്ഷെ ഇന്നവരെ കഴിച്ചിട്ടില്ല. അപ്പൊ ഇത് ഫിഷ് റൗണ്ട് വന്നപ്പോൾ ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു നമുക്ക് ഫിഷ് നിർവാണം ഉണ്ടാക്കിയാലോ എന്ന് വെച്ച്. അപ്പൊ ചേച്ചി പറഞ്ഞു ചേച്ചി ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഫിഷ് മോളിയുടെ ഒക്കെ വേറെ ഒരു ചെറിയ ഡിഫറൻസ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഫിഷ് നിർവാണം ഉണ്ടാക്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മുടെ നല്ല നെയ്മീൻ ഇതാക്കിയിട്ടുണ്ട്. അതിനെ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു. മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും നാരങ്ങാ നീരും ഇട്ട് പെരട്ടി വെച്ചിരിക്കുകയാണ്. നമുക്ക് ജസ്റ്റ് ഷാലോ ഫ്രൈ വേണം. നമുക്ക് ചട്ടിയിൽ റെഡിയാക്കാം. പരിപാടികൾ തുടങ്ങാം. നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങിയേക്കാം. ഓക്കെ, പാൻ ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ 4 എണ്ണത്തിന് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ ഓക്കെ. സത്യം പറഞ്ഞാൽ എൻ്റെ വേറെ ഫേവറേറ്റ് ഫിഷിന്റെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് എൻ്റെ വീട്ടിൽ. ഭയങ്കര എനിക്ക് കയ്യടി കിട്ടുന്ന കുറെ മീനിന്റെ പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വെച്ചിട്ട് സാവധാനം ചെയ്യാം. ഞാൻ വെച്ചാൽ ഇവന്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ല, ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല, കേട്ടിട്ടുണ്ട് ഒരുപാട്. ഫിഷ് നിർവാണം ടേസ്റ്റി അല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനെ അങ്ങോട്ട് ആദ്യം എടുത്തു. ഓക്കെ, അപ്പൊ നമ്മുടെ ഫിഷിന്റെ ഏകദേശം ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. അത്ര മതി. അപ്പൊ നമ്മുടെ മെയിൻ മൺചട്ടിയിലുള്ള കുക്കിംഗ് ആണ് നമ്മുടെ മെയിൻ കേട്ടോ. അപ്പൊ നമ്മള് ചട്ടി വെച്ചു. ചട്ടിയിൽ നമ്മൾ ആദ്യം കുറച്ച് ഓയിൽ ഒഴിക്കണം. ചട്ടിയിൽ കുറച്ച് ഒഴിച്ചിട്ട് വാഴല വാട്ടിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ നമ്മൾ എടുത്ത് ഇങ്ങനെ ഇതിന്റെ ഉള്ളിലേക്ക് വെക്കണം. വരച്ച് വെച്ചിട്ട് ഇതിലേക്ക് എണ്ണ ഒഴിക്കണം. വീണ്ടും എണ്ണ ഒഴിക്കണം. ഇതിന്റെ ഒട്ട് കിടന്നാണ് ഇനി കുക്ക് ചെയ്യാൻ പോണത് ഈ സാധനം. നമ്മുടെ ഈ വാഴലയുടെ ആ ഒരു ഫ്ലേവർ ഒക്കെ കിട്ടിയിട്ടാണ് ഇത് കുക്ക് ചെയ്യാൻ പോണത്. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ഫിഷിനെ പതുക്കെ എടുത്തിട്ട് ഉടയാതെ എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് നിരത്തി വെക്കണം ഇതിൽ. ഓക്കെ, ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഇതിന്റെ അത്ര അത് കുഴപ്പമില്ല. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നല്ല കട്ടി തേങ്ങാപ്പാലിതാ ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, അതിലേക്ക് പച്ചമുളക് ഇങ്ങനെ അങ്ങോട്ട് കുറച്ച് എരിവിന് കുറച്ച് മതി. ഇതിന്റെ മെയിൻ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ദിസ് വൺ, ഇഞ്ചി. പച്ചമുളക് ഇഞ്ചി പൊടി നല്ല പൊടിയായിട്ട് അരിഞ്ഞത് കണ്ടോ. അതിന്റെ ഒരു ഫ്ലേവർ ശരിക്കും കിട്ടണം. പിന്നെ നമ്മൾ കുറച്ച് തേങ്ങാ കൊത്തുകൾ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കണം. ഓക്കെ, അപ്പൊ അതും നമ്മളിത് അങ്ങനെ കുറച്ച് അതും ഇട്ട് കൊടുത്തു. തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുണ്ട്. ഫ്ലേവർ ഇത് വന്നു കഴിഞ്ഞു നമ്മുടെ. ഇനി മെയിൻ സാധനം മാങ്ങ. ഈ മാങ്ങയുണ്ട്, അതും ഇതിന്റെ അകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കും. ഇത്ര ഐറ്റം ഇതിന്റെ അകത്ത് നമ്മൾ ചേരും. ഓക്കെ, കണ്ടോ. ഓക്കെ, ഇത്ര ഐറ്റം ചേർന്നു. പിന്നെ അതിന്റെ പുറത്തേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് വേപ്പില അതിന്റെ മുകളിലായിട്ട് കുറച്ച് കുരുമുളക് പൊടി നമ്മൾ ഇങ്ങനെ തൂക്കി കൊടുത്തു. തൂക്കി കൊടുത്തു. വേപ്പില അതിന്റെ പുറത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്തു. ഓക്കെ, നമ്മുടെ കറി കഴിഞ്ഞു. ഇനി തിളച്ചാൽ കഴിഞ്ഞു. ഇത് തിളച്ചിട്ട് നമ്മൾ ഇത് കഴിഞ്ഞാൽ എന്തൊരു സിമ്പിൾ. ഞാൻ ഈ പേര് കേട്ടപ്പോ സത്യം തന്നെ ഫിഷ് നിർവാണ എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോ ഞാൻ സത്യത്തിൽ ഞെട്ടിയിരിക്കണേന്ന്. ഭയങ്കര വലിയ സംഭവം എന്നൊക്കെ വിചാരിച്ചിരിക്കണേന്ന്. ഇത് പരിപാടി കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് പോലും എടുത്തില്ല. ഈ മാങ്ങയൊക്കെ അതിൻ്റെ അകത്ത് കിടന്ന് ഒന്ന് പിന്നെ മാങ്ങേന്റെ ഒക്കെ ഇതൊക്കെ ഇറങ്ങണം. സത്യം പറഞ്ഞാൽ ഇത്രയും കണ്ടോ സംഭവം കഴിഞ്ഞു, പണി കഴിഞ്ഞു. ഇനി നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് സെർവ് ചെയ്താൽ മാത്രം അത്രയ്ക്കും എളുപ്പമുള്ള. പക്ഷെ ഇനി നീ എന്ത് വിചാരിച്ചു? ഒരുപാട് സംഭവം സത്യോട്ടെ ഞാൻ പറഞ്ഞു വിചാരിച്ചു ഭയങ്കര വലിയ സംഭവം. ഫിഷ് നിർവാണ എന്നൊക്കെ പറഞ്ഞ പേര് കേട്ടപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ഭയങ്കര സംഭവം. അതിന്റെ ഗ്രേവി മാത്രം മതി ചോറ് കഴിക്കാം. അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ള ഗ്രേവി. ചേച്ചി, അപ്പൊ ശരിക്കും ഈ ഫിഷ് നിർവാണയുടെ ഒരു കോമ്പിനേഷൻ എന്താ പറയുക? നമുക്ക് ചോറ് അല്ലെങ്കിൽ ചോറിന്റെ കൂടെ കഴിക്കാം. പിന്നെ അപ്പം നമുക്ക് വേണമെങ്കിൽ പുട്ടിന്റെ കൂടെ കഴിക്കാം, അപ്പത്തിന്റെ കൂടെ ഇടിയപ്പം, എന്തിനും നമുക്കിതൊരു കാര്യം ചെയ്യാം. അപ്പം കൂടി നമുക്ക് സെർവ് ചെയ്യുമ്പോൾ ചെയ്യാം. ഓക്കെ, അപ്പം കൂടി മേടിക്കാം നമുക്ക്. ഓക്കെ, അപ്പം ഫിഷ് നിർവാണ. ഓക്കെ, അപ്പോഴേ നമുക്കിത് ഒരു 90% 10% ചെറിയ ഫ്ലെയിമിൽ ഒരു ഇത്തിരി സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഇതിൽ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. ഞങ്ങളുടെ ഫിഷ് നിർവാണ സെറ്റ്.
അപ്പൊ ഓക്കെ നമ്മുടെ ഫിഷ് നിർവാണ റെഡി ആയി കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇതിന് സെർവിംഗ് ബൗളിലേക്ക് നമ്മൾ മാറ്റുന്നു. യെസ്, നമ്മൾ വളരെ സൂക്ഷിച്ചെടുക്കണം. സൂക്ഷിക്കണം. ഗൈസ്, അപ്പൊ ഞങ്ങളുടെ ഫിഷ് നിർവാണ റെഡിയായി. അപ്പൊ ഇനി ഞങ്ങള് ഷെഫ് നോക്കിയാൽ മാത്രം മതി. ഞങ്ങള് സെറ്റ് ആയിട്ടിരിക്കുക. അപ്പൊ കണ്ടോ എത്ര പെട്ടെന്നാണ് ഫിഷ് നിർവാണം നവീൻ പേടിച്ചിരിക്കുന്നത്. നവീൻ പറഞ്ഞു ഇത് ഭയങ്കര, ഞാൻ പറഞ്ഞു ഒന്നുമില്ലടാ. ഞാൻ പറഞ്ഞു ആദ്യം ഫിഷ് നിർവാണം ഞാൻ പറഞ്ഞു ഭയങ്കര പണിയാണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ കണ്ടപ്പോഴാണ് മനസ്സിലായത് നിമിഷ നേരം കൊണ്ട് ബീന ചേച്ചി ഞങ്ങൾ 2 അപ്പം കൂടി റെഡിയാക്കിയിട്ടുണ്ട്. അത് കൂട്ടി നമുക്ക് അവിടെ സെർവ് ചെയ്യാം. ഓക്കെ, ബൈ. ഹലോ, തുടങ്ങിയില്ലെന്നാ കഴിഞ്ഞത്. തുടങ്ങിയില്ലെന്ന് ആ ചോദ്യം ഞങ്ങളോട് ചോദിക്കരുത്. ആള് മാറിപ്പോയി. അനുശേട്ടാ, ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കുന്ന ഫിഷ് നിർവാണ. അപ്സര ഫിഷ് നിർവാണ ഉണ്ടാക്കുന്നത് കുറച്ചൊന്ന് ടേസ്റ്റ് നോക്കിയേ. കയ്യാണിക്ക് അനുശേട്ടന് എന്റെ കൈ നല്ലതാണോടാ? കഴുകിയോടാ നീ കൈയൊക്കെ? ഞാൻ കഴുകിയിട്ട് എപ്പോഴും പോകാറില്ല, കാരണം എന്തായാലും നിങ്ങൾ ഇവിടെ നിന്ന് കഴിക്കേണ്ടി വരും. എങ്ങനെയുണ്ട്? നെയ്മീൻ. അതെ, നെയ്മീൻ. നമ്മുടെ തിരുവനന്തപുരം ഭാഷയിൽ നെന്മീൻ. അതെ, നെമ്മീനാണ് നമ്മൾ ഫിഷ് നിർവാണം വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത്തിരി തരില്ലല്ലേ നിങ്ങള്? നമുക്ക് അവിടെ തരാം. അപ്പം കൂടി തരാം. 4 വലിയ പീസ് ഉണ്ട്. 4 വലിയ പീസ്, മുണ്ടൻ 4 പീസ്. ഒരു പീസ് ഷെഫിന്, ഒരു പീസ് നിങ്ങൾക്ക്, അപ്സരയ്ക്ക്, ഒന്ന് അപ്സരയ്ക്ക്, 2 എണ്ണം എനിക്ക്. 2 എണ്ണോ? അയ്യോടാ. എല്ലാവർക്കും കൂടെ. ഓക്കെ, എന്നാലും കുഴപ്പമില്ല. പക്ഷെ അനീഷേട്ടാ ആദ്യം ഫിഷ് നിർവാണം കേട്ടപ്പോ നമ്മളൊന്ന് ഞെട്ടിട്ടോ. പക്ഷെ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത്. അപ്പൊ ബീന ചേച്ചി എളുപ്പ പരിപാടി നിർവാണെന്ന് വെച്ചാൽ ആദ്യം എടുക്കണ്ടേ. വെറുതെ നെയ്മീനെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തു. ഇത് നമ്മൾ ഫ്രൈ ചെയ്യണ പോലെ മഞ്ഞമുളകും ഉപ്പും കുരുമുളകും ഒത്തിരി നാരങ്ങ നീരും കൂടി വെച്ചിട്ട് ഫ്രൈ ചെയ്ത് 4-5 മിനിറ്റ് നേരെ ചട്ടിയിലേക്ക് ഒരു ഇല വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനകത്തേക്ക് ഈ നിർവാണയെ ഞങ്ങൾ എടുത്ത് മീനി എടുത്ത് വെച്ചിട്ട് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അതിനകത്ത് കുറച്ച് മാങ്ങയും കുറച്ച് തേങ്ങാക്കൊത്തും ഒരു ഇത്തിരി ഇഞ്ചിയും ഇത്തിരി പച്ചമുളകും ഇട്ട് വേപ്പല ഇട്ടാൽ നമ്മുടെ നിർവാണ റെഡി. സെറ്റ്. ചേരുമ്പടി ചേർക്കുകയും ചേരേണ്ടത് ചേരുകയും ചെയ്യുമ്പോ മാത്രമേ ഇതാണ് ഉപമയിലാടാ ഉൽപ്രേക്ഷ ഉപമയാമത്. അതെ, അപ്പൊ ശരി. താങ്ക് യു. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ ഇനി നമുക്ക് അംഗക്കളത്തിൽ കാണാം. പോർക്കളത്തിൽ വെച്ച് കാണാം. Milma presents Fira Food Celebrity Kitchen Magic Season 3. Sponsored by Amrutaveni KSFE, Bima Jewelers, Pankaja Kasturi Ortho Herb and Kerala Bank. ഫിഷ് നിർവാണ എന്ന് തന്നെയാണ് പേരിട്ടിരിക്കുന്നത്. അതെ, ഓക്കെ. ചേച്ചി, എന്തുകൊണ്ടാണ് ഈ ഡിഷ് സെലക്ട് ചെയ്യാൻ കാരണം? ഇവൻ ഇതുവരെ കഴിച്ചിട്ടില്ലാന്ന് പറഞ്ഞു. ഇവൻ പറഞ്ഞേ ഞങ്ങൾ ഫിഷ് വന്നപ്പോൾ പറഞ്ഞു ചേച്ചി ഞാൻ ഈ ഫിഷ് നിർവാണ കഴിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത്. ഞാൻ പിന്നെ ഷെഫ് പിള്ള് സാറിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കഴിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഉണ്ടാക്കുമോ? ഞാൻ ട്രൈ ചെയ്യാം. ഒരു കോമ്പറ്റീഷന് വേണ്ടി എല്ലാം ഉണ്ടാക്കിയത്, താങ്കൾക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയാ? ഒരിക്കലുമല്ല. ഫിഷ് നിർവാണയുടെ മേക്കിംഗ് പ്രോസസ്. ആദ്യം ഫിഷിന് നെയ്മീനാണ് എടുത്തത്. അതിനാദ്യം തന്നെ കുരുമുളക്, മഞ്ഞപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് ജിഞ്ചറും കൂടി ഇട്ടിട്ട് അതിനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് ജസ്റ്റ് ഒരു 3-4 മിനിറ്റ്സിൽ ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുത്തിട്ട്
ഒരു എന്താണ് ചട്ടിയിൽ ആദ്യം എണ്ണ ഒഴിച്ച് അതിൻ്റെ മുകളിൽ ഇല വെച്ചിട്ട് വാട്ടി ഇല വെച്ചു. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മീൻ അതിലേക്ക് വെച്ചിട്ട് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു. അതിലേക്ക് എന്നിട്ട് ചെറിയ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് മാങ്ങ അരിഞ്ഞിട്ടത്, ഇഞ്ചി. മാങ്ങ അരിഞ്ഞിടണം എന്നുള്ളത് നിർവ്വാണയുടെ റെസിപ്പിയിലില്ല. നമ്പർ 1 അതൊന്ന് ചെക്ക് ചെയ്യാം. അല്ല, പുള്ളിയുടെ ഇത് കണ്ടിട്ട് തന്നെ ഞാൻ എടുത്തു. അപ്പോൾ അതിൽ പുള്ളി മാങ്ങ, തേങ്ങാക്കൊത്ത്, പിന്നെ വേപ്പില, ഇഞ്ചി, പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് കുരുമുളക് പൊടിയും ഇട്ടിട്ട് അടിസ്ഥാനപരമായ ഫിഷ് നിർവ്വാണ വളരെ സിമ്പിൾ പ്രോസസ്സിലാണ് ചെയ്യേണ്ടത്. തന്നെയായിരുന്നു. ഒന്ന് തവ ഫ്രൈ ചെയ്യുക, ഈ പറഞ്ഞ കണക്ക് പച്ചമുളക് സഹിതം നീളത്തിന് കീറിയാണ് പുള്ളി ഇടുന്നത്. അല്ല, പക്ഷേ ഇതെല്ലാം പുള്ളി ചെയ്ത സെയിം സാധനം ഞാൻ ചെയ്തതാണ്. ഷെഫ് പിള്ളേടെ അത് കണ്ട് നോക്കിയിട്ട് സെയിം ചെയ്തു ഞാൻ അറിയുന്നത്. കാരണം എനിക്ക് പുള്ളി ഒരു മാങ്ങ ഇടൂന്ന് എനിക്കും സംശയമുണ്ട്. അല്ല, പക്ഷെ അതിട്ടുണ്ട്. നിർവ്വാണ ആണെങ്കിൽ പോലും നോ പ്രോബ്ലം. ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്യാം, പക്ഷെ എന്നിട്ട് നമുക്കത് ജസ്റ്റിഫൈ ചെയ്യാം. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇത്രയും ക്ലൗഡഡ് അല്ല. കരിവേപ്പിലൊക്കെ വെൽ ക്ലൗഡഡ് ആണ്. അതാണ് ഒരു വിഷയം. പുള്ളി അങ്ങനെ തന്നെ ഇട്ടിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതങ്ങനെ വേണമെന്ന് വിചാരിച്ചിട്ട് 3-4 തണ്ട് ഇങ്ങനെ എടുത്ത് എൻ്റെ മേളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്ത് കണ്ടത്. അപ്പോൾ ഞാൻ പിന്നെ അത് തന്നെ ഒന്ന് ഫോളോ ചെയ്തു എന്ന് മാത്രം. അത് മാറ്റി നമ്മൾ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. നിങ്ങളാരും വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ നിർവ്വാണ കഴിച്ചിട്ടുള്ളതായിട്ട്? ഞാൻ കഴിച്ചിട്ടുണ്ട്. കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചതിൽ ഈ മാങ്ങയും തേങ്ങാക്കൊത്തും ഇല്ലായിരുന്നു. അതാ ഞാൻ ഒന്നുകൂടെ ചോദിച്ചത്. മാങ്ങയും തേങ്ങാക്കൊത്തും ഇല്ലെന്നാണ്. പക്ഷെ പുള്ളി ഇത് അങ്ങനെ പറഞ്ഞിട്ട് അത് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, തേങ്ങാപ്പാല്. കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മാങ്ങയും തേങ്ങയും ഇല്ലായിരുന്നു. മാങ്ങ തേങ്ങ ഞാൻ കഴിച്ചിട്ടില്ല. ബേസിക്കലി നിർവ്വാണയ്ക്ക് ഒരു ഫോർമാറ്റ് ഉണ്ട്. ബേസിക് നമ്മളെ ഓരോ പ്രോഡക്റ്റിനും അതിൻ്റെ ഒരു ബേസിക് ഫോർമാറ്റ് ഉണ്ട്. പിന്നെ അത് ആലങ്കാരികമാക്കുക എന്നുള്ളത് ഓരോ ഷെഫന്മാരുടെയും. ബേസിക്കലി നിർവ്വാണ എന്ന് പറയുന്നത് തേങ്ങാപ്പാലിൻ്റെ ഒരു മാജിക്കാണ്. അപ്പോൾ തേങ്ങാപ്പാൽ വേണം നമുക്ക് ഓർമ്മയായിട്ട് കൊണ്ടുപോകാനുള്ളത്. നമ്മളൊരു ഫിഷ് തവ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ഈ പറയുന്ന കണക്ക് ഓയിലൊക്കെ ഇട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് നീളത്തിന്, ഇഞ്ചിയൊക്കെ നീളത്തിന് തിൻ ലൈൻ പോലെ ജുവൈൽ പോലെ കട്ട് ചെയ്തിട്ട്, അതേപോലെ തന്നെ പച്ചമുളക് കീറിയിട്ട് അതിനെ തിളപ്പിച്ച് എടുക്കുന്നതാണ് ഈ സംഭവം. ഇതിപ്പോൾ നന്നായ ഒരു ഡിഷ് തന്നെയാണ്. ഞാൻ എന്താ പറഞ്ഞത്, ബേസിക്കലി അദ്ദേഹത്തിൻ്റെ ഒരു റെസിപ്പി എൻ്റെ ഒരു ഷെഫ് എന്ന രീതിയിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തെടുത്തിരിക്കുന്ന, പുള്ളിയിൽ നിന്ന് പഠിച്ചെടുത്തിരിക്കുന്ന ഒരു കാര്യം തേങ്ങാപ്പാലിൽ ചെയ്യുന്ന ഒരു ഡിഷാണ്. അതിൻ്റെ ഫാദർ അല്ലെങ്കിൽ അതിൻ്റെ മദർ എന്ന് പറയുന്നത് ബേസിക്കലി അല്ല, ഞാൻ പറഞ്ഞത് അതാണ് മുമ്പോട്ട് നിൽക്കുകയും അപ്പവും ആ തേങ്ങാപ്പാലും ആ ഫിഷും കൂടെ കഴിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് പറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇതിനകത്ത് 2 ഫിഷ് കൂടി പോയതാണ്. 4 ഫിഷ് 2 ഫിഷിൻ്റെ ആവശ്യമുള്ളതാണ്. മാത്രമല്ല നമ്മൾ ഈ കരിവേപ്പിലയാണെങ്കിലും നമ്മൾ ഓവർ പവർ ചെയ്യാൻ പാടില്ല. നമ്മൾ ന്യൂട്രലൈസ് ചെയ്യണം. ഡിഷിനകത്ത് കുറ്റം പറയാനായിട്ട് ഡിഷ് മോശമായി പോയെന്നോ ഡിഷിന് രുചിയില്ലെന്നോ എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ആൾക്കാർക്ക് കഴിച്ചാൽ ഇഷ്ടപ്പെടും. പക്ഷേ ആ നിർവ്വാണ എന്ന് പറഞ്ഞ് ഇപ്പം 80% ആൾക്കാർക്കും ഒരു ഫുട്ബോൾ എന്ന് പറയുമ്പം ഒരു വെള്ളപ്പന്ത് ഇല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പന്താണ്. പക്ഷെ പല കളറിൽ ഫുട്ബോൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നിർവ്വാണയ്ക്ക് ഒരു ബേസിക് ആത്മാവുണ്ട്. എല്ലാവരും കഴിച്ചിട്ടുള്ള, എല്ലാവർക്കും സുപരിചിതമായ ഒരു ആത്മാവുണ്ട്. അതിനെ വെച്ച് സംസാരിച്ചെന്നേ ഉള്ളൂ. വെള്ളച്ചേട്ടന് പലതും ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ക്യാരറ്റ് അരച്ച മീൻകറി ചെയ്യുന്നുണ്ട്. ക്യാരറ്റ് അരച്ച ആരെങ്കിലും മീൻകറി വയ്ക്കുമെന്ന് വെച്ചാൽ ഞാൻ വയ്ക്കും. മനസ്സിലായില്ല? അപ്പോൾ ഓരോരുത്തർക്കും ഓരോ റെസിപ്പികളാണ്. താങ്ക് യു. ഡിഷ് ഡെലീഷ്യസ് ആണ്, കഴിച്ചു നോക്കാം. ഓക്കെ.